അറബിക്കടലിൽ തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 പേരെ ഉടൻ മംഗലാപുരത്തെത്തിക്കും എന്ന വിവരം കൂടി പുതിയ അപ്ഡേറ്റ് വരുന്നു. വ്യോമമാർഗമാണ് രക്ഷപ്പെടുത്തിയവരെ എത്തിക്കുക. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് വെസലിലാണ് ഇവരെ എത്തിക്കുക? ഇനി ഇവരുടെ ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഗോകുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നേവി പങ്കുവെക്കുന്നത് INS സൂററ്റ് അപകട സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തിയ 18 നാവികരെ അവരെ മാംഗ്ലൂർ പോർട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അല്പസമയത്തിനകം അങ്ങോട്ട് എത്തുമെന്നുള്ളൊരു വിവരം കൂടി പറയുന്നുണ്ട്. ഇവരുടെ ഡിസംബാർക്കേഷനും മറ്റു നടപടികളും, അതായത് ഇന്ത്യൻ പൗരന്മാരല്ലാത്തതിനാൽ തന്നെ ഇന്ത്യൻ തീരത്തെ പോർട്ടുകൾ ഇറങ്ങുന്നതിനുള്ള അനുമതികളും മറ്റു പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരെ അവിടെ എത്തിക്കുക. ഇവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 4 പേരെയാണ് ഈ അപകടത്തിൽ കണ്ടെത്താനുള്ളത്. അതിലാണ് രക്ഷപ്പെടുത്തിയ 18 പേരുമായി മാംഗ്ലൂർ പോർട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ രക്ഷപ്പെടുത്തിയ 18 പേരെയും അവിടെ എത്തിക്കും എന്നുള്ള വിവരമാണ് നേവി ഔദ്യോഗികമായി പങ്കുവെക്കുന്നത്. ഗോകുൽ, ശ്യാം, ഒപ്പം ഈ രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണോ? ഈ 4 പേർക്കായുള്ള തെരച്ചിൽ, അതോടൊപ്പം തന്നെ തീ നിയന്ത്രണം വിധേയമാക്കാൻ, അല്ലെങ്കിൽ ആ കൂടുതൽ പൊട്ടിത്തെറികൾ ഈ കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന ഒഴിവാക്കാനുള്ള നടപടികൾ, അത് ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഗോകുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് നേവി വൃത്തങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുള്ള കപ്പലുകളൊക്കെ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. 4 പേരെയാണ് ഇനി അവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കപ്പലുകൾക്ക് തീപിടിച്ച ചരക്ക് കപ്പലിൻ്റെ വളരെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് തീയാണ് വ്യാപിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീഴുന്നതായും വിവരമുണ്ട്. ഈ വിവരങ്ങളെല്ലാം നേവി തന്നെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ്. ഏതായാലും 4 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഈ വൈകിയ വേളയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടുതലായിട്ടും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും അടക്കം കപ്പലുകളും ഡ്രോണിയറുകളും ഒക്കെ അവിടെ എത്തി പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആ കപ്പലിലെ 18 ജീവനക്കാരെ അല്പസമയത്തിനകം മംഗലാപുരം പോർട്ടിലേക്ക് എത്തിക്കും. തുടർന്ന് അവരുടെ ഈ ഇന്ത്യൻ തീരത്തിറങ്ങുന്നതിനുള്ള നടപടികളും പിന്നീടുള്ള അവരുടെ ചികിത്സ അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കും. അവരെല്ലാവരും സുരക്ഷിതരാണ്. ആ 18 ജീവനക്കാരും സുരക്ഷിതരാണ് എന്ന് ശ്യാംകുമാർ അറിയിക്കുന്നു. ഒപ്പം മറ്റു 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ തുടരുകയുമാണ്.